ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഐസുമോയുടെ ബർത്ത്ഡേൻ്റെ അന്നത്തെ കുറച്ച് കുക്കിങ്ങും ബിരിയാണീൻ്റെയും പുഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെയും റെസിപ്പിയും പിന്നെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഞാൻ മാറിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ചിക്കൻ ഞാനൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കടായി ചൂടാക്കിയതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ചിട്ട് കാഷ്യൂസും റൈസിൻസുമാണ്. എൻ്റെ കയ്യിൽ കാഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബദാമും ഇങ്ങനെ കട്ടാക്കിയിട്ട് അങ്ങനെയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സവാള ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ടെടുക്കുക കേട്ടോ. അതിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അടുപ്പിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഊറ്റിയെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ 1 നാരങ്ങ ഇങ്ങനെ 2-3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുരുവൊക്കെ മാറ്റിയിട്ട് അങ്ങനെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സവാളയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഓവറായിട്ട് ഞാൻ ഫ്രൈ ആക്കുന്നില്ല, എന്നാലും അത്യാവശ്യം ഫ്രൈ പരുവത്തിന് ആക്കിയിട്ട് അങ്ങനെയാട്ടോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ട്യൂസ്ഡേ ആയിരുന്നു ഐസാറ് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസാനൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട് 2 പേരെയും. ഇപ്പോൾ ഉറങ്ങില്ല, എപ്പോൾ എഴുന്നേറ്റ് വരും, എപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, എപ്പോൾ കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലാതെയാണ് കിടന്നിട്ടുള്ളത്. അപ്പം ഉറങ്ങുമെന്ന് തോന്നുന്നില്ല, ഇപ്പം തന്നെ എഴുന്നേറ്റ് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരി ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാളയും അതിൻ്റെ കുറച്ച് ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം അരി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അരി ഇതേ ഇപ്പം ഒരു 90% കുക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. ഫുൾ കുക്ക് ചെയ്യുന്നില്ല, ഒരു 90% കുക്ക് ചെയ്തിട്ട് അത് ഊറ്റി മാറ്റുക കേട്ടോ. പിന്നെ ബാക്കി ദമ്മിൽ കിടന്നിട്ട് ബാക്കി കുക്കായി വന്നോളും. ഇപ്പം അരിയൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ ഊറ്റാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്രൈ ആക്കുന്നില്ല, അത് ലാസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ ഒരു ഓയിലിലേക്ക് നമ്മളൊരു 2 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്, 2 സവാള ഇതുപോലെ മസാലയാക്കാനുമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കിയിട്ട് എടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. ഞാനിതിൽ വലിയ മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം മസാലയൊക്കെ
ഒരു ചിക്കൻ ഫ്രൈയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതിലാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതല്ലാണ്ട് വേറെ മസാലാസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നല്ലതുപോലെ ഒന്നിതായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു മസാലയൊക്കെ അതിൽ പിടിക്കാനും അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയും വേണം കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാനിതിൽ മല്ലിയിലയും പുതിനയിലയും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അല്ലാണ്ട് സവാളയും പിന്നെ മറ്റേ കാഷ്യൂസും റേസിൻസും ഒക്കെ ഉണ്ടല്ലോ അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടും കൂടെ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറ് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് ആ ഒരു എന്താ പറയുക ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ ഓരോന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് രണ്ടാളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അസാനും ഐസായും ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അസാനാണ്ട് തീരെ ഒരു സമാധാനം ഇല്ലാത്ത കേട്ടോ. എപ്പോൾ കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്കാക്ക് പോകുന്നതുകൊണ്ടുള്ളതുകൊണ്ട് തന്നെ ഇക്ക വരുമ്പോഴാണ് കേക്ക് വാങ്ങിയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ദമ്മിടാണ് ബിരിയാണീൻ്റെ ദമ്മിടുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കിയത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ, റൈസ് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ എന്തെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും റൈസിൻസും അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നോർമലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഫ്രൈ ചെയ്തിട്ടൊന്നും ഓണിയനും ഒന്നും ഇടാറില്ല. എന്തെങ്കിലും ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ രണ്ടും കൂടെ മസാലയും പിന്നെ നമ്മുടെ റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മേലേക്ക് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ ദമ്മിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പിന്നെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ, അതിന് നല്ലൊരു മണവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി അത് ദമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം കുറഞ്ഞ ദമ്മിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്യാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിങ് ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എത്രത്തോളം ആവശ്യത്തിനുള്ള പഞ്ചസാരയാണോ അത്രത്തോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ അത് കുക്കാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് തണുത്ത പാലുണ്ടല്ലോ, തണുത്ത പാൽ ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുവാണ്. കട്ടയൊക്കെ മാറ്റിയിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എന്താ പറയുക നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പാലിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഈ പാലൊക്കെ ഇപ്പം തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു കസ്റ്റാർഡൊക്കെ ഒന്ന് കുക്കാകുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എൻ്റെ ഇത് സഫ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കസ്റ്റാർഡ് പൗഡർ ആട്ടോ. ഇതിൽ ഭയങ്കര ഒരു യെല്ലോ കളർ അങ്ങനെ വരില്ല, ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്കാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. ആ ഒരു ബ്രെഡിൽ ഈ ഒരു എന്താ പറയുക കസ്റ്റാർഡ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സോക്കായി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ പറയില്ല ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിങ് കേട്ടോ ഇത്. അപ്പോൾ കസ്റ്റാർഡൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്.
ഇപ്പോൾ കസ്റ്റർഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് തണുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മളിതുപോലെ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫുള്ള് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, കസ്റ്റർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ള് ആ ഒരു ബ്രെഡ് ഇങ്ങനെ കവറാവുന്ന രീതിയിൽ ആ ഒരു കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നെക്സ്റ്റ് ലെയർ ബ്രെഡും കൂടി വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി ആട്ടോ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ ബ്രെഡും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീമോ പിന്നെ വിപ്പിംഗ് ക്രീമോ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മുടെ എന്തെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നു, കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഫുള്ളൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഐസാക്ക് ലുലുവിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഐസാക്ക് യെല്ലോ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അവസാനം ഡ്രസ്സ് ഉണ്ട് യെല്ലോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു യെല്ലോ തീം സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ കേക്കും യെല്ലോ, ഞങ്ങളും എല്ലാവരും യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ.
പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.